വീണ്ടും വാർത്തകളിലേക്ക്. കർണാടകയിൽ പുതിയ മന്ത്രിസഭയ്ക്ക് മുന്നോടിയായി ഡൽഹി കേന്ദ്രീകരിച്ച തിരക്കിട്ട ചർച്ചകൾ. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. നാളെ വൈകിട്ട് 4 മണിക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗം DK ശിവകുമാറിന്റെ നേതാവായി തെരഞ്ഞെടുക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞെങ്കിലും DK ശിവകുമാർ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നതിൽ നിലപാടുണ്ട് സിദ്ധരാമയ്യയ്ക്ക്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഹൃദ്യമെന്നായിരുന്നു പ്രതികരണമെങ്കിലും ചർച്ചയിൽ സിദ്ധരാമയ്യ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. നിലവിലെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർകിഹോളിയെ PCC അധ്യക്ഷനായി നിയമിക്കുക, 2 അതിൽ കൂടുതലോ ഉപമുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ദളിത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരെയാകും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സിദ്ധരാമയ്യ ഉന്നയിച്ചതായാണ് സൂചന. യതീന്ദ്ര, മന്ത്രിമാരായ KJ ജോർജ്, ബൈരത്തി സുരേഷ് തുടങ്ങിയവരും സിദ്ധരാമയ്യയ്ക്കൊപ്പം ഡൽഹിയിലെത്തി. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും സിദ്ധരാമയ്യ ചർച്ച നടത്തി. DK ശിവകുമാർ ക്യാമ്പും പൂർണ്ണമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. DK അനുകൂലികളും ഡൽഹിയിലെ വസതിയിൽ പ്രത്യേക യോഗം ചേർന്നു. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുമായി DK ശിവകുമാറും പ്രത്യേകം ചർച്ച നടത്തി. മന്ത്രിസ്ഥാനത്തിനായി ഒപ്പമുള്ള MLA-മാർ DKയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേരാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും നേതാക്കൾ ഡൽഹിയിൽ ചർച്ചയിലായതിനാൽ നാളത്തേക്ക് മാറ്റി. നാളെ വൈകിട്ട് 4 മണിക്കാണ് ನಿಯಮಸಭಾ ಕಕ್ಷಿ ಯೋಗ. ನಾಳೆ 4 ಗಂಟೆಗೆ ನಮ್ಮ ವರಿಷ್ಠರು ಬರ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲರೂ ಜನರಲ್ ಸೆಕ್ರೆಟರಿಗಳು, ಇನ್ಚಾರ್ಜು ಮತ್ತು ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ ವೇಣುಗೋಪಾಲ್ ಅವರು, ಸಂದೀಪ್ ಸುರ್ಜೇವಾಲಾ ಅವರು ಮತ್ತು ಕೆಲವು ಸೆಕ್ರೆಟರೀಸ್ ಬರ್ತಾ ಇದ್ದಾರೆ. ಆಗ ನಾವು ನಮ್ಮ ಪಕ್ಷದ ಶಾಸಕಾಂಗ ಪಕ್ಷದ ಸಭೆಯನ್ನು ಮಾಡ್ತೀವಿ. സോ അതാദ്മേലെ ഏൻ തീരുമാനം ആക്കുക എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷമേ ഉള്ളൂ എന്നതിനാൽ മന്ത്രിസഭയിൽ കാര്യമായ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സിദ്ധരാമയ്യ ക്യാബിനറ്റിലെ പകുതി പേർക്കെങ്കിലും സ്ഥാനം നഷ്ടപ്പെട്ടേക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.